ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മുടെ അർമേനിയൻ യാത്രാ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ദിലിജാൻ യാത്രയുടെ രണ്ടാമത്തെ പാർട്ടുമാണ്. ആദ്യത്തെ പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ പാർട്ടും എല്ലാവരും കാണുക, ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വെൽക്കം ടു അവർ ചാനൽ ലൈഫ് ചാപ്റ്റേഴ്സ്. നല്ല സുഖപ്രദമായ ഒരു ഉറക്കത്തിന് ശേഷം ലിലിത്ത് വന്ന് വിളിച്ചപ്പോഴാണ് രാവിലെ എണീറ്റത്. ഈ കാണുന്ന കാഴ്ച ലിലിത്തിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള താഴത്തെ വിശാലമായ താഴ്വാരത്തേക്കുള്ള കാഴ്ചയാണ്. ഞങ്ങൾ തലേദിവസം പരിചയപ്പെട്ട റഷ്യൻ കപ്പിളിൻ്റെ കൂടെയാണ് രാവിലത്തെ കോഫി കുടിയൊക്കെ ഉണ്ടായിരുന്നത്. ലിലിത്ത് ഞങ്ങൾക്ക് കോഫിയൊക്കെ തന്നു. ഇവരുടെ ഒരു കോഫി കുടിയുടെ ഒരു പ്രത്യേകത, ഇവർ പഞ്ചസാര ഇടില്ല, ഇവരൊരു ചോക്ലേറ്റ് വെക്കും. അപ്പോൾ ഒരു കവള് കോഫി കുടിക്കും, ഒരു ചോക്ലേറ്റ് കടിക്കും, അങ്ങനെയാണ് മധുരം കിട്ടുന്നത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് മഞ്ഞുകാലത്തെ കുറേ ഫോട്ടോയും പിന്നെ കുറച്ച് സെൽഫി സെഷനും ഒക്കെ ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മോർണിംഗ് ആയിരുന്നു. ഞങ്ങൾ എന്തായാലും അന്നത്തെ ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു, ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. റഷ്യൻ കപ്പിളും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തിരിച്ച് എരവാനിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ദിലിജാനിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒരുമിച്ച് കണ്ടതിന് ശേഷം ഒരുമിച്ച് തന്നെ എരവാനിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കപ്പിളാണ്, റീസെൻ്റ്ലി മാരീഡ് ആണ്. അപ്പോൾ അവർക്ക് ഇനി ഇവിടുന്ന് ജോർജിയയിലേക്കാണ് പോകേണ്ടത്. അപ്പം അവർ എരവാനിൽ എത്തിയിട്ട് ജോർജിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ ആയപ്പോഴത്തേക്ക് നല്ല അതിഗംഭീരമായ മഴ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ തലേദിവസം ഞങ്ങളെ കൂട്ടാൻ വന്ന അപ്പൂപ്പൻ ഞങ്ങളെ കൂട്ടാൻ വന്നു. മഴയത്ത് ഞങ്ങൾ അങ്ങനെ യാത്ര തുടങ്ങി. ഇവിടുത്തെ കുറേ വില്ലേജുകളും ഒക്കെ കടന്നിട്ടാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഹൊഗാട്സിൻ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി കോംപ്ലക്സിലേക്കാണ് ആദ്യം പോകുന്നത്. ഒരു ഫോറസ്റ്റിലൂടെയൊക്കെ ഉള്ളൊരു യാത്രയാണ്. കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ മഴയൊന്ന് തോർന്നു. മനോഹരമായ കാഴ്ചകളാണ് ഈ രണ്ട് വശത്തും. ഭയങ്കര തിങ്ങി നിറഞ്ഞ കാടും ഇടയ്ക്കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ വീഴുമ്പോൾ ഉണ്ടാകുന്ന കടും പച്ചയുടെ ഒരു ഭംഗിയൊക്കെ ഒരിക്കലും ഞാൻ മറക്കില്ല. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാനത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട്. ഹൊഗാട്സിൻ മൊണാസ്ട്രി കോംപ്ലക്സ് 10 മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ പണിതീർത്തതാണ്. ഒരുപാട് തവണ ഇടിഞ്ഞു പൊളിഞ്ഞും പോയിട്ടുണ്ടെങ്കിലും പിന്നെയും അത് പുനരുദ്ധാരണം നടത്തി അവർ മാക്സിമം നല്ല രീതിയിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം തന്നെ വിശാലമായ ഒരു മുറ്റമാണ് കാണുന്നത്. ചുണ്ണാമ്പ് കല്ലുകളൊക്കെ പാകിയ വിശാലമായ ഒരു മുറ്റമാണ്. ഇത് ശരിക്കും ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഈ ഒരു മൊണാസ്ട്രി കോംപ്ലക്സ് നിൽക്കുന്നത്. ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഫണ്ട് നൽകി സഹായിച്ചത് ഷാർജ ഭരണാധികാരിയാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടുള്ള ഒരു ഫലകമൊക്കെ അവിടെ അതിൻ്റെ അങ്കണത്തിൽ തന്നെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. വിശാലമായ മുറ്റം തന്നെയാണ്. നമ്മൾ അവിടുന്ന് ഒരു 100-150 മീറ്ററോളം നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആദ്യത്തെ കത്തീഡ്രലിലേക്ക് എത്തുന്നുള്ളൂ. ഇവിടുത്തെ ഒരു നിർമ്മിതിയൊക്കെ നമ്മളെ വളരെ അതിശയിപ്പിക്കുന്നതാണ്. ഏത് കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചതാണെന്ന് ആലോചിക്കുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിക്കാനും അത്ഭുതത്തോടെ ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. ഞങ്ങൾ അങ്ങനെ കുറേ സമയം പുറത്തൊക്കെ ചുറ്റി നടന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉള്ളിലേക്ക് പതുക്കെ കയറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും ഈ ഒരു കാഴ്ചയൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അർമേനിയയിൽ വന്നിട്ട് മൊണാസ്ട്രികളെ ഇഷ്ടം പോലെ കാണാനുണ്ട്. അപ്പോൾ വീണ്ടും മൊണാസ്ട്രി കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ചിലപ്പോൾ ഇതൊന്നും വിസിറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഈ ഒരു ശാന്തതയും ഈ ഒരു നിർമ്മാണ രീതിയും ഇങ്ങനത്തെ ഈ ചരിത്ര നിർമ്മിതികളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായും വരേണ്ട കാര്യമാണ്. വേറൊരു കാര്യം അത്ഭുതപ്പെടുത്തുന്നത്, ഇതിനകത്തൊന്നും വൈദ്യുതി വിളക്കുകൾ അവർ കത്തിച്ചിട്ടില്ല. വൈദ്യുതി ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ അക്കാലത്ത് തന്നെ അവർ മേൽക്കൂരയിലും ഭിത്തിയിലും ഒക്കെ വിടവുകൾ ഉണ്ടാക്കി ലൈറ്റ് അകത്തേക്ക് കടക്കാൻ വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കിയിരുന്നു. പിന്നെ പള്ളിക്ക് അകത്തേക്ക് കയറുമ്പം തന്നെ അല്പം വെളിച്ചവും ഒരുപാട് ഇരുട്ടുമാണ് നമുക്ക് ഫീൽ ചെയ്യുക. ഇപ്പം പ്രധാന ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നടുക്കുന്ന് വരുന്നൊരു പ്രകാശവും പിന്നെ പല സൈഡിലും കത്തിച്ചു വെച്ചിരിക്കുന്ന മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചമൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇരുട്ട് തന്നെയാണ് എല്ലായിടത്തും അധികം കാണാൻ പറ്റുന്നത്. ഇപ്പം പ്രധാന ഹാളിലേക്ക് കടന്നു, അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനാണെങ്കിലും ചെറിയ വാതിലുകളും ഒക്കെയാണ്. നമ്മളെ ഏറ്റവും അതിശയപ്പെടുത്തുന്ന കാര്യം ഇതിൻ്റെ നിർമ്മിതി തന്നെയാണ്. അടുക്ക് നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അന്തം വിട്ട് നോക്കിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അത്രയും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഇതൊക്കെ.
കല്ലുകളൊക്കെ കുത്തി മിനുസപ്പെടുത്തി ഈ ഇത്രയും ഉയരത്തിൽ എങ്ങനെയാണ് ഇവരതൊക്കെ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തലചുറ്റും. എല്ലാ ഭാഗത്തും പ്രധാന അൾത്താരയിലൊക്കെ നേരെ വെളിച്ചം വരുന്ന രീതിയിൽ ഭിത്തിയിൽ തന്നെ വലിയൊരു വിടവുണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാതിരുന്ന സമയത്ത് ഇവരിങ്ങനെ ആയിരിക്കണം ലൈറ്റ് ഉള്ളിലേക്ക് കൊണ്ടുവന്നിരുന്നത്. മെഴുകുതിരിയുടെ ചെറിയ വെട്ടവും ഈ കടന്നു വരുന്ന ലൈറ്റും മാത്രമായിരിക്കുമല്ലോ ആ സമയത്തൊക്കെ വെളിച്ചം കൊണ്ടുവന്നിരുന്നത്. എന്തായാലും ഇതൊരു വലിയ കത്തീഡ്രൽ കോംപ്ലക്സ് ആണ്. 2-3 പള്ളികൾ ഈ ഒരു കോംപ്ലക്സിൽ തന്നെയുണ്ട്. നമുക്കെല്ലാം ചുറ്റി നടന്ന് കാണാം. വിശാലമായ അങ്കണം തന്നെയാണ്. ഒരുപാട് സമയമെടുത്ത് കാണാം. ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് മഴയൊക്കെ പെയ്ത് തോർന്നതും അല്ലെങ്കിൽ മഴ ചാറിക്കൊണ്ടിരുന്ന സമയമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറേയൊക്കെ അകത്ത് കണ്ടു. കുറച്ച് നേരം മഴ കൊള്ളാതെ നിന്നു. പിന്നെ മഴ മാറുമ്പം ഓരോ സ്ഥലത്തേക്ക് നടന്നു പോയി ഇങ്ങനെ കണ്ടു. കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് കുറേ പൊളിഞ്ഞു പോയ ഭാഗങ്ങളാണ്. പക്ഷെ ഇപ്പോഴും അവരത് അതേപടി നിലനിർത്തുന്നുണ്ട്. അതേപോലെ സൂക്ഷിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ദിവസമായിരുന്നു അന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ സ്ഥിരമായിട്ട് അധികം ആൾക്കാരൊന്നും ഇങ്ങനെ വരാറുള്ളതാണെന്ന് തോന്നുന്നില്ല. മുമ്പ് പറഞ്ഞ കണക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് നിർമ്മിതിയും അല്ലെങ്കിൽ ഈ ഒരു ചരിത്രാതീത കാലത്തേക്ക് തിരിഞ്ഞു നോക്കാനും താല്പര്യമുള്ള ആൾക്കാർ മാത്രമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വന്ന് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്ത്യക്കാരായിട്ട് ഞങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറേ റഷ്യൻസും തുർക്കിയിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇത് വീണ്ടും നമ്മൾ വേറൊരു പള്ളിയുടെ അങ്കണത്തിലേക്ക്, പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്ന ഇരുട്ട് തന്നെയാണ്. വളരെ അരണ്ട വെളിച്ചമാണ് ആ പള്ളിക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അകത്ത് കയറുമ്പം മുകളിലത്തെ ഭിത്തിയിൽ നിന്ന് വരുന്ന ചെറിയ വെളിച്ചം മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതും ഒരു ഭക്തിയുടെ വേറൊരു തലം നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചമൊന്നും വെക്കാതെ ഈ ഒരു അരണ്ട വെളിച്ചത്തിൽ ആ പ്രാർത്ഥനാലയം ഒരുക്കുന്നതിൽ ഒരു വേറെ തന്നെ ഒരു ഭംഗിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പക്ഷെ രാത്രിയിലൊക്കെ വൈദ്യുതി വെളിച്ചം ഇപ്പോൾ അവർ തെളിയിക്കുന്നുണ്ടാവാം, അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ. പകലൊന്നും ഈ മഴയത്ത് പോലും ആ ഇരുട്ടിനെ തന്നെയാണ് അവർ ആശ്രയിക്കുന്നത്. വലിയ വെള്ളി വെളിച്ചമൊന്നും ഉണ്ടാക്കിയിട്ട് നമ്മുടെ കണ്ണിനും അവർക്കും വരുന്നവർക്കും ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർ ഒട്ടും ശ്രമിച്ചിട്ടേ ഇല്ല. എറിക്ക് അവിടുന്ന് ഈ ഇംഗ്ലീഷിലോ ഇംഗ്ലീഷിലും ബാക്കി റഷ്യൻസിലും ഒക്കെ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. ഞാൻ തലയാട്ടി മനസ്സിലായതുപോലെ നിൽക്കുക, അല്ലാണ്ട് എനിക്ക് വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. പിന്നെ ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞാലും നേർച്ച ഇടുക എന്നുള്ളത് എല്ലാ നാട്ടുകാരുടെ ഒരു ശീലമാണെന്ന് നമുക്ക് ഇവിടെയും മനസ്സിലാവും. ഈ താഴെ കാണുന്ന ഈ ചില്ലുകൂട്ടിനകത്തേക്ക് നാണയം വലിച്ചെറിയുന്ന ഒരുപാട് ആൾക്കാരെ ഞങ്ങളും കണ്ടു. ഇഷ്ടംപോലെ നാണയം അവിടെ താഴെയും കിടപ്പുണ്ട്. അപ്പോൾ ഇതൊരു ആഗോള പ്രതിഭാസം തന്നെയാണ്, ദൈവത്തിന് കാശ് കൊടുക്കുക എന്നുള്ളത്. അതുമാത്രമല്ല, ഇവിടെ ഒരു പഴയ ബൈബിളിൻ്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ഒരു വേദപുസ്തകമാണോ എന്നറിയില്ല, വളരെ പഴയൊരു പുസ്തകം സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ. നമ്മുടെ ഭാഷയൊന്നും അല്ല, ഇംഗ്ലീഷും അല്ല, അർമേനിയൻ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലാവില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് വളരെ പഴക്കം ചെന്ന ഒരു ബൈബിളിൻ്റെ കയ്യെഴുത്ത് പ്രതിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാണാം, ഇത് ഓപ്പണാക്കി നോക്കുന്ന സമയത്ത് അവരുടെ ഭാഷയിൽ അവർ എഴുതി വെച്ചിരിക്കുന്ന കാണാം. എനിക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വെക്കാം. അതും ഇല്ലാത്തത് കൊണ്ട് ഇത് മറിച്ച് നോക്കി ഇന്നതായിരിക്കും ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും പഴക്കം ഒരുപാടുണ്ട്. അകത്തൊട്ടിച്ചിരിക്കുന്ന താളുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് പഴക്കം ചെന്നാണ്. ഈ കാണുന്ന ചിത്രങ്ങളൊക്കെ വളരെ പഴക്കം ചെന്നാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതൊക്കെ കുറേ മറിച്ച് നോക്കി. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ മാക്സിമം സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ പേജുകളും മറിച്ച് നോക്കി ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ കുറേ സമയം അവിടെ കറങ്ങി നിന്നിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേക്ക് മഴയൊന്ന് ചാറി തോർന്നു. വീണ്ടും ചെറുതായിട്ട് ചാറുന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നു. ശരിക്കും ഒരു തിക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇത്. നമുക്ക് ചുറ്റും കാണാം, വളരെ നിബിഡമായ വനം തന്നെയാണ്. അടുത്തൊന്നും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. വരുന്ന വഴിക്ക് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് ഒരു ഗ്രാമമെങ്കിലും കണ്ടത്. ഇത്രയും ഉള്ളിലൊരു പള്ളിയൊക്കെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഇവർ ആരാധനയ്ക്കായിട്ട് ഇവിടെ വരുന്നതെന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ തൊട്ട് താഴെ 2 ചെറിയ വീടുകളൊക്കെ കാണാം. ഒരുപക്ഷെ ഇവിടുത്തെ വൈദികരൊക്കെ താമസിക്കുന്ന വീടുകളായിരിക്കണം അത്. പിന്നെ ഇവിടുത്തെ ഈ നിർമ്മിതിയൊക്കെ ഒരു പ്രത്യേകതരം കല്ലുകൊണ്ടാണ്. ഇത് മാർബിളല്ല,
കരിങ്കല്ലുണ്ട് തീർച്ചയായിട്ടും, പക്ഷെ വേറെ എന്തോ ഒരു തരം ചുണ്ണാമ്പ് കല്ലോ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രത്യേകതരം കല്ലുകൊണ്ടാണ് ഇവിടുത്തെ ഗുരുതപ്പെട്ട പ്രധാന നിർമ്മിതികളെല്ലാം നടത്തിയിരിക്കുന്നത്. കരിങ്കൽ ഒരു പ്രധാന ഐറ്റമാണ്, പക്ഷെ ബാക്കിയുള്ളതൊക്കെ ഒരു ചുണ്ണാമ്പ് കല്ല് ചെത്തി മിനുക്കിയെടുത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതൊന്നും വലിയ കേടുപാടൊന്നും ഇല്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കാരണം ആ കല്ലിൻ്റെ ഗുണം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ആ കാലത്തെ പണിയുടെ ഒരു മേന്മ. അങ്ങനെ എല്ലാ പള്ളികളിലും കയറി ഇറങ്ങി ആ വലിയ കോംപ്ലക്സിലൊക്കെ നടന്ന് ചുറ്റി കുറേ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ അന്ന് അവിടെ കുറേ സമയം ചെലവഴിച്ചു. ഹൊഗാഡ്സിൻ മൊണാസ്ട്രിക്ക് ഹൊഗാഡ്സിൻ എന്ന് പേര് വരാൻ വേണ്ടിയിട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റീസൺ ഉണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന എറിക്ക് അവിടെ ഒരു ലോക്കലിനോട് സംസാരിച്ചതിന് ശേഷം പറഞ്ഞെന്നാണ് കാര്യം. ഇവിടുത്തെ പ്രധാന മിനാരത്തിൻ്റെ മുകളിൽ എപ്പോഴും പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് കൊണ്ട് ആണ് ഈ ഒരു പേര് വന്നതെന്നാണ് പറയുന്നത്. അവരുടെ ഭാഷയിൽ ഹോഗ് എന്ന് വെച്ചാൽ ഗെയിം എന്നാണ് അർത്ഥം, ഗെയിം. അതേസമയം ആട്സീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പരുന്തെന്നും. അങ്ങനെ പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്നത് കൊണ്ട് ഹോഗാഡ്സീവ് അല്ലെങ്കിൽ ഹൊഗാഡ്സിൻ എന്ന പേര് വന്നെന്നാണ് ഇവിടുന്ന് ലോക്കലായിട്ട് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. പക്ഷേ എത്രയൊക്കെ മേളിലോട്ട് നോക്കിയിട്ടും പരുന്തെന്നല്ല വേറൊരു പക്ഷിയെ പോലും ഞാൻ കണ്ടില്ല. ഇത് അതിൻ്റെ മുകളിൽ നിന്നൊരു കാഴ്ചയാണ്. നമുക്ക് കാണാം 2-3 പള്ളികളൊക്കെയുള്ള വിശാലമായ ഒരു കോംപ്ലക്സ് തന്നെയാണിത്. ഹൊഗാഡ്സ് മൊണാസ്ട്രിൻ്റെ ബാക്കിൽ കാണാം ഒരു ചെറിയ ചാറ്റൽ മഴയുണ്ട്, ബട്ട് സ്റ്റിൽ സംഭവം ഉഷാറാണ്. ഇതൊക്കെ ദിലിജാനിൽ നിന്ന് എനിക്ക് തോന്നുന്നൊരു 10-15 കിലോമീറ്റർ ഉള്ളൂ ടൗണിൽ നിന്ന്. വന്ന് കാണണം, കിട്ടുന്ന ചാൻസ് കിട്ടുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് കാണണം. ചില ആൾക്കാർ 1-2 മൊണാസ്ട്രി കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു മടുപ്പൊക്കെ വരും. ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത ഓരോ സ്ട്രക്ചേഴ്സൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മൊണാസ്ട്രീസ് തന്നെ പോകാം. വിശ്വസിക്കാൻ പറ്റില്ല ഏത് രീതിയിലുള്ള സംഭവം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓരോ സൈഡിലും ഓരോന്നാണ്. ഇതൊരു കോംപ്ലക്സ് ആണ്. 2-3 മൊണാസ്ട്രീസ്, 2-3 ചർച്ച് ഉണ്ട് ഇതിനകത്ത്. അതാണ് ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഹൊഗാഡ്സിൻ മൊണാസ്ട്രി കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഒരിക്കലെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ഈ ചരിത്രത്തോട് താല്പര്യമുള്ള ആൾക്കാരും ഇങ്ങനത്തെ പഴയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള ആൾക്കാരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ദിലിജാൻ ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. 10 കിലോമീറ്റേഴ്സ്, ഹാർഡ്ലി 10-15 കിലോമീറ്റേഴ്സും കണ്ടുള്ളൂ. അങ്ങനെ ഹൊഗാഡ്സിൻ മൊണാസ്ട്രിയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് അതേ വഴി തന്നെ തിരിച്ചു പോന്നു. ഇനി അടുത്തത് ലേക്ക് പാർസ് എന്ന് പറഞ്ഞൊരു തടാകം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഓടാനുണ്ട്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ദിലിജാൻ പട്ടണത്തിൽ ചെന്ന് അവിടുന്ന് വേറെ വണ്ടി കയറി യെരവാൻ ടൗണിലേക്ക് ഇന്ന് തിരിച്ചു പോകും. മഴയൊക്കെ പെയ്ത് കിടക്കുന്ന ഈ ഒരു ഫോറസ്റ്റിലുള്ള ഡ്രൈവ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പാർസ് ലേക്ക് എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് അവിടെ രൂപപ്പെട്ടൊരു തടാകമാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. മഴ ഉള്ളത് കൊണ്ടായിരിക്കണം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് വണ്ടികളും കുറച്ച് ആൾക്കാരും മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതിനോട് ചേർന്ന് തന്നെ വിശാലമായൊരു പാർക്കും ഉണ്ട്. അവിടെയൊക്കെ ലോക്കൽസൊക്കെ വരുന്നുണ്ടാവണം. പക്ഷേ ഇന്ന് മഴയൊക്കെ ഉള്ളതുകൊണ്ട് അധികം ആൾക്കാരെ ഒന്നും കണ്ടില്ല. അതുപോലെ വാട്ടർ സ്പോർട്സും ബോട്ടിങ്ങും അങ്ങനെ പല ആക്ടിവിറ്റീസൊക്കെ ഉള്ളൊരു തടാകം തന്നെയാണിത്. നമ്മൾ നമ്മുടെ നാട്ടിലെ ഇതിനെക്കാട്ടിലും നല്ല തടാകങ്ങളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത് അത്രയൊരു ഭയങ്കരമായൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവിടെ വരുന്ന ആൾക്കാരാണെങ്കിലും വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കാതെ വളരെ ശാന്തമായിട്ട് ഓരോ സ്ഥലത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റി നടന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മഞ്ഞുകാലത്തായിരിക്കണം ഈ തടാകത്തിനും ഇതിന് ചുറ്റുപാടുകൾക്കും കുറെ കൂടെ ഭംഗി ഉണ്ടാവുക. ഈ തടാകം മുഴുവൻ തണുത്തുറഞ്ഞ് ഐസായിട്ട് കിടക്കുന്ന ഫോട്ടോസൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. എന്തായാലും ഞങ്ങൾ അധിക സമയമൊന്നും അവിടെ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നല്ലതായിട്ട് മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ തിരിച്ച് ദിലിജാൻ ടൗണിലെത്തിയതിന് ശേഷം യെരവാനിലേക്ക് പോകാനുള്ളതാണ്. അപ്പം ദീർഘമായൊരു യാത്ര മുന്നിലുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി നടന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാനുള്ളൊരു തീരുമാനത്തിലെത്തി. പിന്നെ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം അവിടെ ഉള്ളതായിട്ടും ഞങ്ങൾക്ക് ആർക്കും തോന്നിയതുമില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ തിരിച്ച് നല്ലൊരു മഴയത്ത് യെരവാൻ ടൗണിൽ ലാൻഡ് ചെയ്തു. ഞങ്ങളുടെ അപ്പൂപ്പൻ ഞങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് വളരെ സന്തോഷത്തോടെ തിരിച്ചു പോയി. അതിനുശേഷം ഞങ്ങൾ ബുക്ക് ചെയ്യുന്ന ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ടാക്സി വന്നു. ഞങ്ങൾ തിരിച്ച് യെരവാനിലേക്കുള്ള യാത്ര തുടങ്ങി. ബാക്കിയുള്ള 3 പേരും നല്ല അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങാനും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഈ മഴയത്ത് ഇനിയും ഒരിക്കലും പോകുമെന്ന് അറിയാൻ പാടില്ലാത്ത ദിലിജാനിൽ നിന്ന് യാത്ര പറഞ്ഞ്
യെരവാനിലേക്ക് നീങ്ങി തുടങ്ങി. ഓരോ യാത്രയുടെ അവസാനവും ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ്. വീണ്ടും കാണാം.